السلام عليكم ورحمة الله وبركاته. الحمد لله الواحد الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد وبعد. ഖദീജ ബിൻതി ഖുവൈലിദ് റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി വിവാഹം കഴിച്ച നമ്മുടെ ഉമ്മ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു അൻഹയെ പറ്റി പറയുന്നത് ഖൈറുൻ നിസാഇഹ മറിയം ഇബ്നത്ത് ഇമ്രാൻ, മറിയം അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിലെ ഏറ്റവും ഉത്തമയായ സ്ത്രീ മറിയം അലൈഹിസ്സലാമായിരുന്നു. വഖൈറുൻ നിസാഇഹ ഖദീജ, ഖദീജ റളിയല്ലാഹു അൻഹയുടെ കാലഘട്ടത്തിലെ ഏറ്റവും ഉത്തമയായ സ്ത്രീ അവരായിരുന്നു എന്നുള്ളത്. ഖദീജ ബിൻതി ഖുവൈലിദ് എന്നായിരുന്നു അവരുടെ പേര്. ഖദീജ എന്നുള്ളത് ഇന്ന് നമ്മുടെ നാട്ടിൽ കോമൺ ആയ ഒരു പേരാണ്. എന്നാൽ അന്നത്തെ കാലഘട്ടത്തിൽ വളരെ യുണീക്കായ, വളരെ സ്പെഷ്യലായ ഒരു പേരായിരുന്നു ഖദീജ എന്നുള്ളത്. പ്രീമെച്വർ അഥവാ അകാലത്തിൽ, സമയമാവുന്നതിന് മുമ്പ് ജനിച്ചു എന്ന അർത്ഥത്തിലാണ് ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് ഈ പേരിട്ടത് എന്ന് ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ പണ്ഡിതന്മാർ പറയുന്നു, തൻ്റെ കാലഘട്ടത്തിനേക്കാൾ മുൻപേ സഞ്ചരിച്ച ഒരു സ്ത്രീ, ബുദ്ധിശക്തി കൊണ്ടും കഴിവ് കൊണ്ടും കാലഘട്ടത്തിന് മുന്നേ സഞ്ചരിച്ച ഒരു സ്ത്രീയായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ. അവർ ഈ പേരോട് ചേർത്ത് പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും നല്ല സൗന്ദര്യം, എഴുത്തും വായനയും അറിയുന്ന, ഏറ്റവും നല്ല അഖ്ലാഖോട് കൂടിയിട്ടുള്ള, മക്കയിലെ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു സ്ത്രീ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹയെ പോലെ, ചുരുക്കം ചില ആളുകളെപ്പോലെ വിഗ്രഹങ്ങളെ ആരാധിക്കാത്ത, അന്നേ വിഗ്രഹാരാധനയോട് എതിർത്തിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ. മറ്റൊരു പേര് താഹിറ എന്നായിരുന്നു, അല്ലെങ്കിൽ ഇസ്ലാമിൽ വരുന്നതിന് മുമ്പേ ഉണ്ടായിരുന്ന ഒരു നിക്നെയിമായിരുന്നു താഹിറ എന്നുള്ളത്. താഹിറ എന്നതിൻ്റെ അർത്ഥം പ്യുവർ എന്നുള്ളതാണ്. ഒരിക്കൽ പോലും നുണ പറയാത്ത, മറ്റുള്ളവരെ പറ്റി കുറ്റം പറയാത്ത, അഹങ്കരിക്കാനുള്ള എല്ലാ കാര്യങ്ങളുമുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് പോലും അഹങ്കാരത്തിൻ്റെ ഒരു കണിക പോലും ഇല്ലാത്ത ഒരു മഹത്തായ സ്ത്രീ. അബൂ ഹാല എന്നായിരുന്നു അവരുടെ ആദ്യത്തെ ഭർത്താവിൻ്റെ പേര്. രണ്ടാമത്തെ ഭർത്താവിൻ്റെ പേര് അതീഖ് എന്നുള്ളത്. ബനു മഖ്സൂമി ഗോത്രത്തിൽപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹ സ്വാഭാവികമായിട്ടും രണ്ട് ഭർത്താക്കന്മാരിൽ നിന്നും പിതാവിൽ നിന്നുമെല്ലാം വലിയ ഒരു സ്വത്താണ് അനന്തരാവകാശം ലഭിച്ചിട്ടുള്ളത്. അവരുടെ ഈ കച്ചവട സംഘത്തിലുള്ള ഉണ്ടായിരുന്ന ആ ഒരു ഗുഡ്സിൻ്റെ ഒരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മറ്റുള്ള എല്ലാ കച്ചവട സംഘത്തിനും ഉണ്ടായിരുന്ന അത്രയും സംഖ്യ ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് മാത്രം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അമീറത്തുൽ ഖുറൈഷിൻ്റെ പ്രിൻസസ് എന്നുള്ള ഒരു പേര് കൂടി ഉണ്ടായിരുന്നു ആ നാട്ടിൽ അവർ അറിയപ്പെട്ടിരുന്നത്. ഒരു പരവതാനി വിരിച്ച ഒരു ചെറിയ വീടിൻ്റെ ഒരു ഭാഗം, ഒരു മേൽക്കൂര ഉണ്ടായിരുന്നു. അത് പാവപ്പെട്ട ആളുകളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് സഹായം ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ സമീപിക്കാമെന്നുള്ളത്. ഇസ്ലാം വരുന്നതിന് മുൻപ് തന്നെ ഇത്രയും ക്വാളിറ്റീസ്, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഇത്രയും ക്വാളിറ്റീസ് ഇസ്ലാം വരുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നത് കൊണ്ടൊക്കെ ആയിരിക്കാം കാലഘട്ടത്തിന് മുന്നേ സഞ്ചരിച്ച വ്യക്തി എന്ന് പണ്ഡിതന്മാർ അവരെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത്. സ്വാഭാവികമായിട്ടും അവർ നേരിട്ടിരുന്ന ഒരു പ്രശ്നം എന്നുള്ളത്, തൻ്റെ കച്ചവട സംഘം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഏൽപ്പിക്കുമായിരുന്ന ആളുകൾ അവരെ വഞ്ചിക്കുമായിരുന്നു. ഒരുപാട് കള്ളക്കണക്കുകൾ കാണിച്ചുകൊണ്ട് നിരന്തരം പറ്റിക്കപ്പെടും എന്നുള്ളത് അവർക്കും അറിയാമായിരുന്നു. പക്ഷേ സത്യസന്ധരായ ആളുകളെ കിട്ടുക എന്നുള്ളത് അന്നത്തെ കാലഘട്ടത്തിൽ അത്ര എളുപ്പമായിരുന്നില്ല. അതുകൊണ്ട് ആ ഒരു സമയത്താണ് ഖദീജ റളിയല്ലാഹു അൻഹ ഈ ഒരു പരാതി സ്വന്തം സഹോദരിയായ ഹാലയോട് പറയുമ്പോൾ, ഹാലയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് സജസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഇന്ന ഒരു വ്യക്തിയുണ്ട്, അബൂ താലിബിനെ പറ്റി പറയുന്നു. അതുകൊണ്ട് ഈ ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രൊഫൈലിനെ പറ്റി പറഞ്ഞിട്ട് അവർ പറഞ്ഞു, വളരെ സത്യസന്ധനായ ഒരു കുലീനനായ ഒരു പുരുഷൻ, അവരെ നിങ്ങൾക്ക് സമീപിക്കാം, അവർ തീർച്ചയായിട്ടും നിങ്ങളെ വഞ്ചിക്കില്ല എന്നുള്ള ഒരു അർത്ഥത്തിൽ പറയുകയുണ്ടായി. ഖദീജ റളിയല്ലാഹു അൻഹ ഇത് കേട്ടപ്പോൾ ആദ്യം സമീപിച്ചത് അബൂ താലിബിനായിരുന്നു. അബൂ താലിബിന് സ്വാഭാവികമായിട്ട് ഒരു മടിയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തരം ഒരു ജോലി ഏൽപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ഒരു മടിയുണ്ടായിരുന്നു. നിരന്തരം ആവശ്യപ്പെട്ടപ്പോൾ അബൂ താലിബ് സമ്മതിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സമ്മതിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ആ കച്ചവട സംഘം, അല്ലെങ്കിൽ ആ കച്ചവടം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി പുറപ്പെടുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത പോലെ മൈസറ എന്ന വ്യക്തിയുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്യുകയും ഈ ഉണ്ടായിരുന്ന കച്ചവടത്തിൻ്റെ ലാഭം ഇരട്ടിയാക്കി കാണിച്ചു കൊടുക്കുകയും ചെയ്തു. മാത്രവുമല്ല, മൈസറ തിരിച്ചു വന്ന് ഖദീജ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ധാരാളമായി പറയുന്നുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്.
ഈ ഒരു ഇത്രയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഖ്ലാഖിനെ പറ്റി ഇത്രയുമൊക്കെ കേട്ട ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനോട് ആ ഒരു 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 പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പ്രഷൻ രൂപപ്പെടുകയാണുണ്ട്. നഫീസ എന്ന ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഒരു സ്ത്രീ സുഹൃത്ത് ഖദീജ റളിയല്ലാഹു അൻഹയെ കാണാൻ വരികയും എന്താണ് വിശേഷങ്ങൾ എന്നൊക്കെ തിരക്കുമ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ വളരെ ഉത്സാഹത്തോടു കൂടി ഇങ്ങനെ ഒരു സംഭവത്തെ പറ്റി പറയുകയും തൻ്റെ കച്ചവടത്തെ പറ്റി പറയുകയും മുഹമ്മദ് എന്ന വ്യക്തി എത്രത്തോളം സത്യസന്ധനായ ഒരു വ്യക്തി ഈ കച്ചവട സംഘം ഹാൻഡിൽ ചെയ്തതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങളെ പറ്റിയെല്ലാം പറയുന്നുണ്ട്. നഫീസയ്ക്ക് സ്വാഭാവികമായിട്ടും ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു താല്പര്യമുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ നഫീസ ആദ്യം ചോദിക്കുകയുണ്ടായി, നിങ്ങൾക്ക് അവരെ വിവാഹം കഴിച്ചുകൂടെ എന്നുള്ളത്. ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് ഒരുപാട് വിവാഹാലോചനകൾ വരുന്നുണ്ട്. ഖദീജ റളിയല്ലാഹു അൻഹ അതെല്ലാം നിരസിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഖദീജ റളിയല്ലാഹു അൻഹ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പറഞ്ഞ് ഞാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല എന്നെല്ലാം പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അതേപോലെ തന്നെ വരുന്ന വിവാഹാലോചനകൾ സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം ദാരിദ്ര്യത്തിലൂടെ ജീവിച്ചിരുന്നു. സ്വന്തം കുടുംബത്തെ സപ്പോർട്ട് ചെയ്യാൻ അബൂ താലിബ് എല്ലാം വളരെ പാവപ്പെട്ട രീതിയിലാണ് ജീവിച്ചിരുന്നത്, പണക്കാരനായിരുന്നില്ല. അപ്പോൾ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പം തന്നെ വിവാഹം വേണ്ട എന്ന അർത്ഥത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിവാഹമെല്ലാം നിരസിച്ചിരുന്നത്. ഈ ഒരു സമയത്താണ് നഫീസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് നിങ്ങൾ വിവാഹം കഴിച്ചുകൂടെ, അപ്പോൾ എന്നെ ആരാണ് വിവാഹം കഴിക്കുക, അല്ലെങ്കിൽ എൻ്റെ അവസ്ഥ ഇതാണെന്നെല്ലാം പറഞ്ഞപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചുകൂടെ എന്ന് ചോദിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കേട്ടപ്പോൾ ഒന്ന് ഞെട്ടിയിട്ട് പറഞ്ഞു, എന്തിനാണ് ഖദീജ എന്നെ വിവാഹം കഴിക്കുന്നത്? കാരണം ഖദീജ റളിയല്ലാഹു അൻഹയെ പറ്റി ആ നാട്ടിലുള്ള എല്ലാവർക്കും അറിയുന്നത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അറിയാം. അത്രയും സമ്പന്നയായ സ്ത്രീ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ഒരാളെ വിവാഹം കഴിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നഫീസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൺവിൻസ് ചെയ്യുകയും ഖദീജ റളിയല്ലാഹു അൻഹയെ പറ്റി വ്യക്തമായി വിശദീകരിക്കുകയും അവരുടെ അഖ്ലാഖിനെ പറ്റി എല്ലാം പറയുന്നുണ്ട്. ഇതിന് ശേഷം നഫീസ ഖദീജ റളിയല്ലാഹു അൻഹയോട് പറയുന്നു. ഖദീജ റളിയല്ലാഹു അൻഹയാണ് ഈ പ്രപ്പോസലുമായി മുന്നോട്ട് വരുന്നത്. അബൂ താലിബിൻ്റെ അടുത്തേക്ക് പ്രപ്പോസലുമായി വരുന്നു. അബൂ താലിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുന്നു. ഒടുവിൽ താഹിറ അമീനെ വിവാഹം കഴിക്കുകയാണ്. വറഖ ബിൻ നൗഫലാണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതുപോലെ വറഖ ബിൻ നൗഫലാണ് ഈ വിവാഹം നടത്തി കൊടുക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ആ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിൽ നിന്നെല്ലാം വിവാഹാലോചനകൾ വന്നിട്ടുണ്ട്. അബൂജഹലിൽ നിന്നും അബൂ സുഫിയാനിൽ നിന്നും ഉഖ്ബ ബിൻ അബി മുഅയ്ത്തിൽ നിന്നെല്ലാം വിവാഹാലോചനകൾ വന്നിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം നിരസിച്ച ഖദീജ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ പറയുന്നുണ്ട്, നിങ്ങളുടെ അഖ്ലാഖ് മാത്രം കണ്ടിട്ടാണ് ഞാൻ ഈ വിവാഹത്തിനുമായി മുന്നോട്ട് വന്നത് എന്നുള്ളത്. ഖദീജ റളിയല്ലാഹു അൻഹ ആ ബുദ്ധിശക്തിയും ആ ഒരു കഴിവും എല്ലാം നമ്മൾ ഈ ഒരു ഘട്ടം മുതലേ നമ്മൾ മനസ്സിലാക്കി വരുന്നതാണ്. ഈ ഒരു വിവാഹത്തോടു കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സമൂഹത്തിലുള്ള ആ ഒരു സ്റ്റേറ്റസ് കംപ്ലീറ്റ്ലി മാറുകയാണ്. അതായത് ജീവിക്കാൻ വേണ്ടി ചെറിയ ചെറിയ ജോലികളെല്ലാം ചെയ്ത് ആടിനെ മേയ്ക്കൽ അടക്കമുള്ള ജോലികൾ ചെയ്തിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സാമ്പത്തികമായ ആ ഒരു ഒരു ഉത്തരവാദിത്തത്തിൽ നിന്നും കുറേയേറെ ഫ്രീ ആവുകയും തൻ്റെ സാമൂഹികമായ കർമ്മങ്ങളിലേക്ക് കൂടുതൽ സമയം ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സാധിക്കുകയാണ്. 6 കുട്ടികളാണ് ഖദീജ റളിയല്ലാഹു അൻഹയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടാവുന്നത്. സൈനബ്, റുഖിയ, ഉമ്മു കുൽസൂം, ഫാത്തിമ, ഖാസിം, അബ്ദുള്ള. അപ്പോൾ ഈ വീട്ടിൽ, അല്ലെങ്കിൽ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഈ വീട്ടിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ താമസം മാറുകയും അവിടെ ആ വീട്ടിൽ ഒരുപാട് പേര് ആദ്യം താമസിക്കാനുണ്ട് എന്നുള്ളതാണ്. ഖദീജ റളിയല്ലാഹു അൻഹ ആദ്യത്തെ കുട്ടികൾ സെയ്ദ് ബിൻ ഹാരിസ, അതേപോലെ തന്നെ അബൂ താലിബിൻ്റെ മകൻ അലി റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് വളർത്തിയിരുന്നത്. അല്ലെങ്കിൽ അബൂ താലിബിൻ്റെ സാമ്പത്തിക സ്ഥിതി പരിഗണിച്ചുകൊണ്ട് ജാഫർ ബിൻ അബി താലിബിനെ ഹംസ റളിയല്ലാഹു അൻഹയാണ് വളർത്തിയിരുന്നത്. അലി റളിയല്ലാഹു അൻഹയെ വളർത്തിയിരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഖദീജ റളിയല്ലാഹു അൻഹ ഈ ഒരു സമയത്ത് തന്നെ വളരെ സന്തോഷകരമായി ജീവിച്ചു പോയിരുന്ന ഒരു കുടുംബം. ഖദീജ റളിയല്ലാഹു അൻഹയെ പറ്റി നമുക്ക് റിപ്പോർട്ടുകൾ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്തോഷിപ്പിക്കാൻ കിട്ടുന്ന ഒരു അവസരവും അവർ വെറുതെ കളയില്ല. ഇതെല്ലാം ഇസ്ലാം വരുന്നതിന് മുമ്പാണ്. ഖദീജ റളിയല്ലാഹു അൻഹ ഹലീമയെ കണ്ടപ്പോൾ, ഹലീമ എന്നുള്ളത് നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളർത്തിയിരുന്ന ആമിന ബീവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളർത്താൻ ഏൽപ്പിച്ച ഹലീമ ബീവിയെ കണ്ടപ്പോൾ അവർക്ക് ഖദീജ റളിയല്ലാഹു അൻഹ 40ഓളം ആടുകളെയും ഒരു ഒട്ടകത്തെയും ദാനം ചെയ്തു എന്നുള്ളതാണ്. ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഒരു സ്വഭാവമായിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചെറുപ്പത്തിൽ ആരെങ്കിലുമൊക്കെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലുമൊക്കെ സ്നേഹിച്ചതായിട്ട് ഖദീജ റളിയല്ലാഹു അൻഹ അറിഞ്ഞാൽ ഖദീജ റളിയല്ലാഹു അൻഹ സാമ്പത്തികമായി ഒരുപാട് സഹായിക്കുമെന്നുള്ളത്. ഇത് പിന്നീട് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണത്തിന് ശേഷം ഈ ഒരു സംഭവം
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അത് നമുക്ക് പിന്നീട് വിശദീകരിക്കാം. ഏതായാലും ശരി, നമ്മളൊരു ദുന്യവിയായ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഏറ്റവും സന്തോഷകരമായ അവസ്ഥയിലൂടെ, ഏറ്റവും നല്ലൊരവസ്ഥയിലൂടെ, അതായത് സാമ്പത്തികമായൊരു ബുദ്ധിമുട്ടില്ല, സ്നേഹനിധിയായ ഭാര്യ, മക്കൾ, എല്ലാ സൗകര്യങ്ങളോടുകൂടി ജീവിച്ചിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു കാലഘട്ടമാണ് ഏറ്റവും നല്ല ദുന്യവിയായ കാലഘട്ടം എന്നുള്ളത്. യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ജീവിച്ചിരുന്ന ആയിഷ റളിയല്ലാഹു അൻഹ പറയാം, ആ ഒരു സന്ദർഭത്തിലാണ് ഏകദേശം 40 വയസ്സോട് അടുക്കുമ്പോൾ, 25-ാം വയസ്സിൽ വിവാഹം കഴിഞ്ഞു, 40 വയസ്സോട് അടുക്കുമ്പോൾ നുബുവത്ത് കിട്ടുന്നതിൻ്റെ 6 മാസം മുൻപ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. ഈ സ്വപ്നങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നേരിട്ട് കാണുകയാണ് ഈ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നത്. പൊടുന്നനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നതിനോട്, സെക്ലൂഷനോട് ഒരു ഇഷ്ടം തോന്നിപ്പിക്കുകയും ധാരാളമായി ഒറ്റയ്ക്കിരുന്ന് ഇബാദത്ത് എടുക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാറുകയും പിന്നീട് ആണ് ആ നമ്മൾ കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു ഷിഫ്റ്റും ജീവിതം മാറി മറിയുന്ന രീതിയിൽ, അല്ലെങ്കിൽ നുബുവത്ത് വരുന്നതോടുകൂടി മാറി മറിയുന്ന രീതിയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഖദീജ റളിയല്ലാഹു അൻഹയുടെയും ജീവിതം അടിമുടി മാറുന്നത് നമുക്ക് കാണാം. നമുക്ക് വരും ആഴ്ചകളിൽ ഇതിൻ്റെ ചരിത്രം നമുക്ക് തുടർന്ന് സംസാരിക്കാം. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തആല അല്ലാഹുൽ മലികുൽ ഹഖ് വലാ തഅജൽ ബിൽ ഖുർആനി മിൻ ഖബ്ലി അൻ യുഖ്ദാ ഇലൈക വഹ്യുഹു വഖുർ റബ്ബി സിദ്നി ഇൽമാ.